On running after one's hat, part 2. The same principle can be applied to every other typical domestic worry. നമ്മളുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ വറീസിനും ഈ ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. A gentleman trying to get a fly out of the milk or a piece of cork out of his glass of wine often imagines himself to be irritated. അപ്പോൾ ഒരാൾ അയാളുടെ പാലിലേക്ക് ഒരു പ്രാണി വന്ന് വീഴുകയാണെങ്കിൽ അതെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതും വൈനിൻ്റെ കോർക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതും ഒരു ഇറിറ്റേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇമാജിൻ ചെയ്യാറുള്ളത്. ലെറ്റ് ഹിം think for a moment of patience, angrily sitting by dark pools, and let his soul be immediately irradiated with gratification and repose. അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ സമയത്ത് നമ്മളോട് ചിന്തിക്കാൻ പറയുകയാണ്, ഈ ഒരു മീൻ പിടുത്തക്കാർ വല അല്ലെങ്കിൽ ചൂണ്ടയിട്ടിട്ട് ഇങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ചിലപ്പോൾ ഒരു മീനോ 2 മീനോ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഒരു പേഷ്യൻസിനെ പറ്റി നമ്മളോട് ചിന്തിക്കാൻ പറയുകയാണ് ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ. ആൻഡ് ലെറ്റ് ഹിസ് സോൾ ബി ഇമ്മീഡിയറ്റ്ലി ഇറാഡിയേറ്റഡ് വിത്ത് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് റിപ്പോസ്. അപ്പോൾ അതിന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സോളിന്, നമ്മുടെ ആത്മാവിന് പെട്ടെന്ന് തന്നെ ഒരു ഗ്രാറ്റിഫിക്കേഷൻ, നന്ദി വരികയും ഒരു പ്രത്യേക ഒരു കൃതാർത്ഥത, നന്ദിയല്ല തൃപ്തി, കൃതാർത്ഥത ഒക്കെ വരികയും ഒരു പ്രസരിപ്പ് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഒരു മീൻപിടുത്തക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഐ ഹാവ് നോൺ സം പീപ്പിൾ ഓഫ് വെരി മോഡേൺ വ്യൂസ് ഡ്രിവൺ ബൈ ദർ ഡിസ്ട്രസ് ടു ദ യൂസ് ഓഫ് തിയോളജിക്കൽ ടേംസ് ടു വിച്ച് ദേ അറ്റാച്ച്ഡ് നോ ഡോക്ട്രിനൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ എനിക്ക് ചില മോഡേൺ ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ചില ആളുകളെ അറിയാം. അവരെന്താണ് ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളും പുതിയ തരം ടേമിലൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് ഓരോ തരം ഇൻകൺവീനിയൻസിനെ. മിയർലി ബിക്കോസ് എ ഡ്രോയർ വാസ് ജാംഡ് ടൈറ്റ് ആൻഡ് ദേ കുഡ് നോട്ട് പുൾ ഇറ്റ് ഔട്ട്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഡ്രോയർ എന്ന് പറയുമ്പോൾ നമ്മൾ മേശയുടെ വലിപ്പം അല്ലെങ്കിൽ അലമാരയുടെ വലിപ്പ് അതൊക്കെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻ പോലും അത് വലിച്ച് തുറക്കാനായിട്ട് പറ്റാത്ത സിറ്റുവേഷൻ പോലും വലിയൊരു സംഭവം പോലെ വിശേഷിപ്പിക്കുന്ന പല ആളുകളെയും എനിക്കറിയാം. എ ഫ്രണ്ട് ഓഫ് മൈൻ വാസ് പർട്ടിക്കുലർലി അഫ്ലിക്റ്റഡ് ഇൻ ദിസ് വേ എവറി ഡേ ഹിസ് ഡ്രോയേഴ്സ് വാസ് ജാംഡ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇത്തരത്തിൽ എല്ലാ ദിവസവും അയാളുടെ ഡ്രോയർ ജാം ആവുന്ന ഒരു സമയത്ത് ഇതുമായി ഭയങ്കര അധികം എഫ്ലിക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് വളരെയധികം അതുമായിട്ട് ബാധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ദേഷ്യം പിടിപ്പിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തെ പറ്റി പിറുപിറുക്കുക അങ്ങനെയൊക്കെ വളരെ വലിയൊരു സംഭവമാക്കിയിട്ട് കണക്കാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് എവറി ഡേ ഇൻ കോൺസിക്വൻസ് ഇറ്റ് വാസ് സംതിങ് എൽസ് ദാറ്റ് റൈം ടു ഇറ്റ്. അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അയാൾ പ്രത്യേക രീതിയിൽ പലതരത്തിലുള്ള റൈമിൽ പല കാര്യങ്ങളും പറയുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഓരോ ടൈപ്പിലാണ് ഈ ഒരു ബുദ്ധിമുട്ടിനെ അയാൾ വിശേഷിപ്പിച്ചിരുന്നത്. ബട്ട് ഐ പോയിന്റഡ് ഔട്ട് ടു ഹിം ദാറ്റ് ദി സെൻസ് ഓഫ് റോങ് വാസ് റിയലി സബ്ജക്റ്റ് ആൻഡ് റിലേറ്റീവ്. ഇറ്റ് റെസ്റ്റഡ് എൻറ്റയർലി അപ്പോൺ ദ അസംഷൻ ദാറ്റ് ദ ഡ്രോയർ ഷുഡ് ആൻഡ് വുഡ് കം ഔട്ട് ഈസിലി. അപ്പം ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഈ ഒരു ചിന്ത എന്നുള്ളത് വളരെയധികം സബ്ജക്റ്റീവും റിലേറ്റീവുമാണ്. നമ്മളെത്തരത്തിൽ എന്താണ് ചിന്തിക്കുന്നത്, എന്തെങ്കിലും എത്തരത്തിൽ ഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു കാര്യത്തിന് കൺസിഡർ ചെയ്യുന്നത്, അതിന് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നത്. ആൻഡ് അസംഷൻ ദാറ്റ് ദ ഡ്രോയർ ഷുഡ് ആൻഡ് വുഡ് കം ഔട്ട് ഈസിലി. നമ്മളാ ഒരു കാര്യം ഡ്രോയർ പെട്ടെന്ന് വരും അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ബട്ട് ഇഫ് ഐ സെഡ് യു പിക്ചർ ടു യുവർ സെൽഫ് ദാറ്റ് യു ആർ പുള്ളിങ് അഗെയിൻസ്റ്റ് സം പവർഫുൾ ആൻഡ് ഒപ്രസീവ് എനിമി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡ്രോയർ വലിക്കുന്ന സമയത്ത് നിങ്ങളൊരു പവർഫുൾ ആയിട്ടുള്ള ഒപ്രസീവ് ആയിട്ടുള്ള എനിമിയിൽ നിന്ന് നിങ്ങൾ സ്വയം രക്ഷപ്പെടുത്തുകയാണ്. അതാണ് നിങ്ങൾ ഈ ഒരു ഡ്രോയർ വലിക്കുമ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ പുള്ളിങ് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ദ സ്ട്രഗിൾ ബിക്കം മിയർലി എക്സൈറ്റിംഗ് ആൻഡ് നോട്ട് എക്സാസ്പറേറ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഡ്രോയർ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അല്ലാതെ എക്സാസ്പറേറ്റിംഗ് ആയിട്ട് ഒരിക്കലും നമുക്ക് തോന്നില്ല, അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഒരിക്കലും തോന്നില്ല. Imagine that you are tugging up a lifeboat out of the sea. Imagine that you are roping up a fellow creature out of an alpine crevasse. അപ്പോൾ നിങ്ങളൊരു ലൈഫ് ബോട്ട് ടഗപ്പ് ചെയ്യണം, ലൈഫ് ബോട്ടിനെ ഉപയോഗിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഒരാളെ ഒരു ആൽപ്പിൻ ക്രിവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ട് ആൽപ്പ് പർവ്വതം, അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു വിള്ളൽ, അതിനിടയിലുള്ള വിള്ളൽ ആൽപ്പിൻ റിവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗർത്തത്തിലേക്ക് ആണ്ടുപോയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ ഒരു ക്രീച്ചറിനെ, ഒരു ജീവിനെ നിങ്ങൾ രക്ഷിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. കയർ ഉപയോഗിച്ചിട്ട് രക്ഷിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ. അപ്പം നമുക്കതൊരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് തോന്നില്ല. ഇമാജിൻ ഈവൻ ദാറ്റ് യു ആർ എ ബോയ് അഗൈൻ ആൻഡ് എൻഗേജ്ഡ് ഇൻ എ ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. അതുപോലെ നിങ്ങളൊരു കുട്ടിയായിരുന്ന സമയത്ത് ഫ്രഞ്ചും ഇംഗ്ലീഷും, അപ്പോൾ അവരെ കൺട്രിയിൽ ഇങ്ങനെ ഫ്രഞ്ചും ഇംഗ്ലീഷും ലേൺ ചെയ്യാന്ന് പറഞ്ഞാൽ
കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു വാറ് പോലെയാണെന്നൊക്കെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കുട്ടിയായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഷോർട്ട്ലി ആഫ്റ്റർ സെയിങ് ദിസ് ഐ ലെഫ്റ്റ് ഹിം ബട്ട് ഐ ഹാവ് നോ ഡൗട്ട് ഓൾ ദാറ്റ് മൈ വേർഡ്സ് ബോർ ദ ബെസ്റ്റ് പോസിബിൾ ഫ്രൂട്ട്. ഇത് പറഞ്ഞതിന് ശേഷം ഈ ഒരു ഓദർ അവിടുന്ന് പോയി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, ഞാൻ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറ്റാവുന്ന അത്രോളം മോസ്റ്റ് പോസിബിൾ ഫ്രൂട്ട് ബെയർ ചെയ്തു എന്ന്. അതായത് എത്രത്തോളം ഗുണം അതിൻ്റെ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റുമോ അത്രത്തോളം ഗുണം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു സംശയമില്ലാതെ പറയാനായിട്ട് പറ്റും. ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് എവറി ഡേ ഓഫ് ഹിസ് ലൈഫ് ഹി ഹാങ്സ് ഓൺ ദ ഹാൻഡിൽ ഓഫ് ദ ഡ്രോയർ വിത്ത് എ ഫ്ലഷ്ഡ് ഫേസ് ആൻഡ് ഐസ് ബ്രൈറ്റ് വിത്ത് ബാറ്റിൽ uttering encouraging shout to himself and seeming to hear all round him a roar of an uploading ring. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, അവൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും അവൻ ഈ ഒരു ഡ്രോയറിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് വലിക്കുന്ന ആ ഒരു സമയത്ത് അവൻ്റെ ഐസും ഫേസും ഒക്കെ എന്താണ് ഒരു ബാറ്റിൽ, ഒരു യുദ്ധത്തിന് പോകുന്ന ആളുകളെ പോലെ അട്ടറിങ് എൻകറേജിങ് ഷൗട്ട്സ് ടു ഹിംസെൽഫ്, സ്വയം എൻകറേജ് ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ചു കൊണ്ട് അങ്ങനെയായിരിക്കും അവൻ ആ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവുക. ആൻഡ് സീമിങ് ടു ഹിയർ ആൾ റൗണ്ട് ഹിം ദ റോർ ഓഫ് എൻ അപ്ലോഡിങ് റിങ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഗുസ്തിക്ക് ഒക്കെ റിങ്ങിൻ്റെ പുറത്ത് നിന്ന് ആളുകൾ കാണികൾ കൈയടിക്കുകയും ഓരോന്നൊക്കെ പറയും. അതുപോലെ താനും ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ ചുറ്റിലും ആരൊക്കെയോ തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട് എന്ന പോലത്തെ ഫീലോട് കൂടിയിട്ടായിരിക്കും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ ആ ഒരു ഡ്രോയർ അതിനുശേഷം വലിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക തൻ്റെ ലൈഫിൽ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളെ ഇമാജിനേറ്റീവായിട്ട് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. സോ ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ടുഗദർ ഫാൻസിഫുൾ ഓർ ഇൻക്രെഡിബിൾ ടു സപ്പോസ് ദാറ്റ് ഈവൻ ദ ഫ്ലഡ്സ് ഇൻ ലണ്ടൻ മേ ബി ആക്സെപ്റ്റഡ് ആൻഡ് എൻജോയ്ഡ് പോയറ്റിക്കലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഫ്ലഡിനെ നമ്മൾ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ പോയറ്റിക്കായിട്ട് എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ വളരെയധികം രസകരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു സംഭവമോ അല്ലെങ്കിൽ വലിയൊരു ഫാൻസിഫുൾ ആയിട്ടുള്ള കാര്യം, വലിയൊരു സാങ്കല്പികമായിട്ടുള്ള സംഭവമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് വലിയൊരു സാങ്കല്പികം മാത്രമായിട്ടുള്ള കാര്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് ഓദർ പറയുകയാണ്. നത്തിങ് ബിയോണ്ട് ഇൻകൺവീനിയൻസ് സീംസ് റിയലി ടു ഹാവ് ബീൻ കോസ്ഡ് ബൈ ദം. അപ്പോൾ ഒരു ഇൻകൺവീനിയൻസിന് പുറത്തുള്ള എന്തും ശരിക്കും അവരാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങളും ഇൻകൺവീനിയൻസ് ആയിട്ട് ആക്കി മാറ്റുന്നത് നമ്മൾ തന്നെയാണ്. ആൻഡ് ഇൻകൺവീനിയൻസ്, ആസ് ഐ ഹാവ് സെഡ്, ഇറ്റ് ഈസ് ഓൺലി വൺ ആസ്പെക്ട് ആൻഡ് ദാറ്റ് ദ മോസ്റ്റ് അൺഇമാജിനേറ്റീവ് ആൻഡ് ആക്സിഡൻ്റൽ ആസ്പെക്ട് ഓഫ് എ റിയലി റൊമാൻറ്റിക് സിറ്റുവേഷൻ. അപ്പോൾ ഒരു ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വെറും ഒരു ആസ്പെക്റ്റ് മാത്രമാണ്, ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ആൻഡ് ദ മോസ്റ്റ് അൺഇമാജിനേറ്റീവ് ആൻഡ് ആക്സിഡൻ്റൽ ആസ്പെക്റ്റ് ഓഫ് എ റിയലി റൊമാൻറ്റിക് സിറ്റുവേഷൻ. അപ്പോൾ ഒരു ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനെ നമ്മളൊരു മോസ്റ്റ് അൺഇമാജിനേറ്റീവ് ആയിട്ടുള്ള രീതിയിലോ ഒരു രസമില്ലാത്ത രീതിയിലോ ഒരു ആക്സിഡൻ്റൽ ആസ്പെക്റ്റുമായിട്ട് ഇമാജിൻ ചെയ്യുന്നതിനെയാണ് ശരിക്ക് എന്താണ് ഒരു ഇൻകൺവീനിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് ശരിയായ രീതിയിൽ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അതിനെ കാണുകയാണെങ്കിൽ അതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് മാറുകയും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. ആൻഡ് അഡ്വഞ്ചർ ഈസ് ഓൺലി ആൻ ഇൻകൺവീനിയൻസ് റൈറ്റ്ലി കൺസിഡർ. ഇനി അദ്ദേഹം പറയുന്ന ഒരു വാക്കുകളാണ്, എനിക്ക് ഈ കോട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇൻകൺവീനിയൻസ് ആണ്. ശരിയായ രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഇൻകൺവീനിയൻസിനെയാണ് ഒരു അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻകൺവീനിയൻസ് ഈസ് ഓൺലി ആൻ അഡ്വഞ്ചർ റോങ്ലി കൺസിഡേർഡ് ആണ്. ഒരു ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾ തെറ്റായ രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ഒരു അഡ്വഞ്ചറാണ്. അപ്പോൾ ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു സിറ്റുവേഷനെയും നമുക്കൊരു ഒരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇൻകൺവീനിയൻസ് നമുക്കൊരു അഡ്വഞ്ചറായിട്ട് മാറ്റാനും പറ്റും. അതുപോലെ തന്നെ ഏതൊരു അഡ്വഞ്ചറും നമ്മളൊരു റോങ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇൻകൺവീനിയൻസ് ആയിട്ട് മാറാനായിട്ട് പറ്റും. വളരെ നല്ല മീനിങ് ഉള്ള ഒരു കോട്ടാണിത്. And the water that girdled the house and shops of London must, if anything, have only increased their fierce witchery and wonder. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ലണ്ടനിലെ ഷോപ്പിനെയും ഹൗസിനെയൊക്കെ മുങ്ങിയിട്ടുള്ള ഈ ഒരു ഫ്ലഡ്, ഈ ഒരു വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ മുൻപത്തെ സിറ്റുവേഷനിൽ ആ ഒരു കൺട്രി എങ്ങനെയായിരുന്നു, അതിൻ്റെ വണ്ടർ, അതിൻ്റെ അത്ഭുതത്തിനെയും അതിൻ്റെ വിച്ചറി എന്നാൽ വിച്ചറി എന്ന് പറഞ്ഞാൽ മന്ത്രവാദികൾ ചെയ്യുന്ന ദുർമന്ത്രവാദം പോലെയുള്ള സംഭവങ്ങളാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു വണ്ടർ, അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ ഈ ഒരു ഫ്ലഡിനെ കണക്കാക്കുകയാണെങ്കിൽ. ഫോർ ആസ് ദ റോമൻ കാത്തലിക് പ്രീസ്റ്റ് ഇൻ ദ സ്റ്റോറി സെഡ്, വൈൻ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വാട്ടർ. ഇനി അദ്ദേഹം വേറൊരു എക്സാമ്പിൾ പറയാൻ, ഒരു റോമൻ കാത്തലിക് പ്രീസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ, വൈൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ കൂടാതെ എക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈൻ എന്താണ്, എല്ലാത്തിൻ്റെയും കൂടെ ഗുഡാണ്. അതായത് വെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിൻ്റെയും കൂടെ വൈന് നല്ലൊരു സംഭവമാണ്.
ആൻഡ് ഓൺ എ സിമിലർ പ്രിൻസിപ്പിൾ, അതേ തരത്തിലുള്ള ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ അതിനെ നേരെ തിരിച്ച് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിലോ, വാട്ടർ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വൈൻ, വെള്ളം എല്ലാത്തിനും, വൈനിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, വെള്ളം എല്ലാത്തിലും നല്ലതാണ്, വൈനിനെ മാത്രം ഒഴിവാക്കണം. അതായത് രണ്ട് കാഴ്ചപ്പാടുകളാണ്. ആദ്യത്തെ കാഴ്ചപ്പാട് വൈൻ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വാട്ടർ എന്നുള്ളത് ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടാണ്. അതിനെ പോലെ തന്നെ ആ ഒരു കാഴ്ചപ്പാടിനെ തന്നെ നമ്മൾ തിരിച്ച് പറയുകയാണ്. വാട്ടർ ഈസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വൈൻ എന്ന് പറയുകയാണെങ്കിലോ അതൊരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടായിട്ട് മാറി. അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു എക്സാമ്പിൾ വേറെ പറയുകയാണെങ്കിൽ, ഒരാൾ പറയുകയാണ് ഐ ഡോണ്ട് ലൈക്ക് ഡ്വാർഫ് മെൻ, അതായത് എനിക്ക് ഹൈറ്റ് കുറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ഷോർട്ട് മെൻ, എനിക്ക് ഹൈറ്റ് കുറഞ്ഞ ആളുകളെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ എടുക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് എഫക്റ്റാണ്. അതായത് എനിക്ക് പൊക്കം കുറഞ്ഞ ആളെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് എഫക്റ്റാണ്. അതേ ഒരു സംഭവത്തിന് തന്നെ നമ്മൾ പറയുകയാണ് ഐ ലൈക്ക് ടോളർ മെൻ, എനിക്ക് ഹൈറ്റ് കൂടിയ ആളുകളെ ഇഷ്ടം എന്ന് നമ്മൾ പറയുകയാണെങ്കിലോ, അപ്പോൾ അത് തന്നെ ഈ ഒരു കാര്യത്തിനെ തന്നെ നമ്മൾ വേറൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായത് എന്താണ്, ടോളർ മെന്നെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഒരു പോസിറ്റീവ് എഫക്റ്റാണ്. ഇത് ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നെഗറ്റീവ് എഫക്റ്റിലാണ്, എനിക്ക് ഹൈറ്റ് കുറഞ്ഞ ആളുകളെ ഇഷ്ടമല്ല. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും, ഓൾക്ക് ഹൈറ്റ് കുറഞ്ഞ ആളെ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിന് തന്നെ നമ്മൾ ഒന്നുകൂടി പോസിറ്റീവ് എഫക്റ്റിൽ പറയുന്നത് ഐ ലൈക്ക് ടോളർ മെൻ, എനിക്ക് ഹൈറ്റ് കൂടുതലുള്ള ആളുകളെ ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരിക്കലും ഹൈറ്റ് കുറഞ്ഞ ആളുകളെ നമ്മളവിടെ കൊച്ചാക്കുക അല്ലെങ്കിൽ ചെറുതാക്കി കാണിക്കുകയില്ല. പകരം നമ്മളവിടെ ഒരു പ്രിഫറൻസ് പറയുന്ന പോലെയാണ് പറയുന്നത്. ഇത് ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ ആണ്. ഇത്തരത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും, എല്ലാ കാര്യത്തിനും രണ്ട് തരത്തിലുള്ള ആസ്പെക്റ്റുകൾ ഉണ്ട് എന്നാണ് ഈ ഒരു ഓതർ ഈ ഒരു എസ്സേയിലൂടെ പറയുന്നത്. നമ്മൾ അതിന് ഏതൊരു ആസ്പെക്റ്റിൽ, ഏതൊരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്, അതിനനുസരിച്ച് അതിൻ്റെ ഭംഗി നമുക്ക് കിട്ടുകയും, നല്ലൊരു കാര്യത്തിന് നമ്മൾ ചീത്തൊരു കാഴ്ചപ്പാടിൽ കാണുമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം ചീത്തൊരു കാര്യമായിട്ട് അല്ലെങ്കിൽ ചീത്തൊരു സംഭവമായിട്ട് മാറും. അതേസമയം ചീത്തൊരു അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയത്തിനെ നമ്മളൊരു നല്ല രീതിയിൽ എടുക്കുകയാണെങ്കിലോ, എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അതിനെ നമുക്ക് നല്ലൊരു രീതിയിൽ കാണാനായിട്ടും നമുക്ക് അതൊരിക്കലും ഒരു ഡിഫിക്കൽട്ടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതാണ് ഈ ഓതർ ഈ ഒരു റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ് എന്നുള്ള ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത്. അപ്പം നമ്മളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഇൻകൺവീനിയൻസും, നമുക്ക് ഡെയിലി ലൈഫിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അതിനൊക്കെ നമ്മൾ വേറൊരു കാഴ്ചപ്പാടുകളിൽ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അതൊരു ഇൻകൺവീനിയൻസ് ആയിട്ട് നമുക്ക് തോന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ മെയിനായിട്ട് വളരെയധികം രസകരമായിട്ടുള്ള ഒരു കോട്ട്, ചിലപ്പോൾ ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. ആൻഡ് അഡ്വഞ്ചറസ് is only an inconvenience rightly considered, and an inconvenience is only an adventure wrongly considered. ഇത് നമ്മളോട് ചിലപ്പം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാനും നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു പാഠഭാഗം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.